ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കെമിക്കൽ ബോണ്ടിങ്. ഓക്കെ ആണല്ലോ? സോറി, വെയിറ്റ് ചെയ്യണേ ഒന്ന്. കെമിക്കൽ ബോണ്ടിങ്. ഓക്കെ, കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഹോൾഡ്സ് ദ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ ടുഗദർ ഇൻ എ മോളിക്യൂൾ. ഇപ്പം N2 എന്ന് പറയുന്ന മോളിക്യൂളിൽ N ട്രിപ്പിൾ ബോണ്ട് N ആണ്. ഇതാണ് കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ. ഈ കോൺസ്റ്റിറ്റ്വൻറ്റ് പാർട്ടിക്കിൾ രണ്ടെണ്ണത്തിനെയും ടുഗദറായിട്ട് വെക്കാനുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലേ, അതിന് പറയുന്ന പേരാണ് കെമിക്കൽ ബോണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, എന്താണ് അയോണിക് ബോണ്ട് ഓർ ഇലക്ട്രോവാലന്റ് ബോണ്ട്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ് ടു ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റിൽ നിന്നും NaCl, ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റിൽ നിന്നും ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിലോട്ടുള്ള കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസിന് പറയുന്ന പേരാണ് ഇലക്ട്രോവാലന്റ് ബോണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ലാറ്റൈസ് എൻതാൽപ്പി, എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ 1 mole ഓഫ് അയോണിക് കോമ്പൗണ്ട് ഈസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് അയൺ. ഹയർ ദ ലാറ്റൈസ് എനർജി, ഗ്രേറ്റർ വിൽ ബി ദ സ്റ്റെബിലിറ്റി ഓഫ് ദ കോമ്പൗണ്ട്. എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് തൻ്റെ അയോൺസിൽ നിന്നും ഇപ്പം ഇതിലും ലാറ്റൈസ് എൻതാൽപ്പി നമുക്ക് പറയാം. ലാറ്റൈസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അയോൺസിൽ നിന്നും ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുക, Na++Cl- ഗീവ്സ് NaCl എന്ന രീതിയിൽ അയോൺസിൽ നിന്നും ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുക. ഓക്കെ, അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവുക, അതിന് റിക്വയർഡ് ആയിട്ടുള്ള എനർജിനെയാണ് ലാറ്റൈസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. അടുത്ത് കോവാലന്റ് ബോണ്ട് നിങ്ങൾക്കറിയാലോ. അതിൽ ക്ലോറിൻ ബോണ്ട് എന്ന് പറയുമ്പോൾ C സിംഗിൾ ബോണ്ട് Cl, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ O ഡബിൾ ബോണ്ട് O, നൈട്രജൻ എന്ന് പറഞ്ഞാൽ N ട്രിപ്പിൾ ബോണ്ട് N. ഓക്കെ ആണോ? യെസ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് ഒക്റ്ററ്റ് റൂളാണേ. ഒക്റ്ററ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ആറ്റത്തിന് എപ്പോഴും തൻ്റെ ഇതിലെ 8 ഇലക്ട്രോൺസ്, ആറ്റം എപ്പോഴും തൻ്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് എങ്കിലും പൂർണ്ണമാക്കി വെച്ചിരിക്കണം. അതിന് പറയുന്ന പേരാണ് ഒക്റ്ററ്റ് റൂൾ. Atom can combine by transfer of electrons or by sharing valence electron in order to have an octet in the valence shell. This is called octet rule. Octet rule എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 8 ഇലക്ട്രോൺസ് വയ്ക്കണം. പക്ഷേ ഹൈഡ്രജൻ്റെ കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ, അവർ ഒക്റ്ററ്റ് റൂൾ വയലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ കോമ്പൗണ്ട്സ് ഓഫ് ഹൈഡ്രജൻ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്സ്. കുറച്ച് കോമ്പൗണ്ടിൻ്റെ പേര് പഠിക്കണം. AlCl3, BeCl2, BF3, ഇവർ വയലേറ്റ് ചെയ്യും. അടുത്ത് സൂപ്പർ ഒക്റ്ററ്റ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ PCl5, SF6, IF7. അടുത്ത് കോമ്പൗണ്ട്സ് ഓഫ് നോബിൾ ഗ്യാസസ് XCF2, XCF4, XCF6. ഇനി ഓഡ് ഇലക്ട്രോൺ ബോണ്ട്സ് ഇത്രയും പഠിച്ചാൽ മതി. ഇനി ലൂയിസ് സ്ട്രക്ചർ എങ്ങനെ നമുക്ക് കിട്ടും എന്ന് ഡൗട്ടുള്ളവർക്ക് ഒരു പോയിന്റ് പറഞ്ഞുതരാം. ഫോർമൽ ചാർജാണ്. ഒരു മിനിറ്റ്, ടെക്സ്റ്റ് നോട്ട് ഒന്ന് എടുത്തോട്ടെ. ലൂയിസ് സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കും എന്ന് ചോദിച്ചവർക്കായിട്ടുള്ള പോയിൻ്റാണ്. ലൂയിസ് സ്ട്രക്ചർ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഈസിയായിട്ട് നമുക്ക് വയ്ക്കാം. അത് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. അതിന് മുന്നേ ഒക്റ്ററ്റ് റൂളിൽ പറഞ്ഞ ആരൊക്കെയാണ് ഒക്റ്ററ്റ് റൂള് ഡീവിയേഷൻ കാണിക്കുന്നത്? അലുമിനിയം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്, ബേരിയം ഫ്ലൂറൈഡ്, ബെർലിയം ക്ലോറൈഡ് ആൻഡ് ബേരിയം ഫ്ലൂറൈഡ്, ബോറോൺ ഫ്ലൂറൈഡ്, ബേരിയം BA ആണ്. പിന്നെ PCl5, SF6, IF7. ഇതാരാണ്? ഇത് സൂപ്പർ ഒക്റ്ററ്റ് കോമ്പൗണ്ട്സ്. കാരണം അതിൽ മോർ ദാൻ 8 ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ്. അടുത്ത് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ആദ്യം ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം കാർബൺ ഡയോക്സൈഡിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറാണ് നിങ്ങളടുത്ത് വരയ്ക്കാൻ പറയാമെന്ന് വിചാരിക്കുക. കാർബൺ ഡയോക്സൈഡ് ആദ്യം calculate the total number of valence electron after subtracting for the cation or adding for the anion. ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ മെയിൻ ആൾ കാർബൺ ആണ്. കാർബണിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 1s2, 2s2, 2p2 ആണ്. വാലൻസ് ഇലക്ട്രോൺ എത്ര ഉണ്ട്? 4 ഉണ്ടല്ലോ. അപ്പം 4 എഴുതുക. സ്റ്റെപ്പ് നമ്പർ 2, calculate the total number of electrons for complete octet of all the electrons. Calculate the total number of ലൂയിസ് സ്ട്രക്ചർ നമുക്ക് വേറെ വീഡിയോസായിട്ട് ചെയ്യാം. കാരണം അതിന് ബേസ് ചെയ്തുള്ള നോട്ട് ഇതിലിപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് വേറൊരു ഇതിലെടുക്കാം. എക്സാമ്പിൾസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട്.
അടുത്ത് നമ്മൾ പഠിക്കുന്ന ഫോർമൽ ചാർജാണ്. ഫോർമൽ ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഈച്ച് ആറ്റം ഇൻ എ മോളിക്യൂൾ ബേസ്ഡ് ഓൺ ദ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, എഫ് ഡോട്ട് സി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് നോക്കിക്കേ, വി മൈനസ് എൽ പ്ലസ് 1/2 എസ്, വി മൈനസ് എൽ പ്ലസ് 1/2 എസ്. ബി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഫ്രീ ആറ്റം, എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്, എസ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് ഇലക്ട്രോൺസ്. അപ്പം നമുക്കൊരു എണ്ണം കണ്ടുപിടിച്ച് നോക്കാം. ഫോർമൽ ചാർജ് ഓഫ് O3 നോക്കാം നിങ്ങൾ. O3യുടെ ഫോർമൽ ചാർജ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? O3യുടേത് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ ആദ്യം വി എന്തുവാണ്? ടോട്ടൽ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ്. ഓക്സിജൻ്റെ ഇക്വേഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്, 1s2 2s2 2p, ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ബെർലിയം ബോറോൺ കാർബൺ നൈട്രജൻ ഓക്സിജൻ 8 അല്ലേ, അപ്പം 2p4. ഓക്സിജൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 6 ഫ്രീ ആറ്റത്തിലുള്ള. അടുത്ത എൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഇവിടെ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ടോ? ഓക്സിജൻ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അല്ലേ.